മനസ്സില്ല മനസ്സോടെ ആയാലും ഉറക്കം എണീറ്റ് വരികയാണ്. കറങ്ങി കറങ്ങി ദാണ്ട ഈശ്വര അതാ വീണില്ല എന്തൊക്കെയായാലും. അങ്ങനെ ദാണ്ട കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഫ്രഷായി ഒന്ന്. എന്നിട്ടും അടുക്കളയിലോട്ട് കയറണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയായിരുന്നു. എന്തൊക്കെയായാലും കയറിയില്ലെങ്കിൽ പിന്നെയും പെൻഡിങ് ആവും. അങ്ങനെ കയറി കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ചൊന്ന് കയറിയിട്ട് വെട്ടമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട് ഞാൻ ഡോറൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഉച്ചിയിൽ വെട്ടമൊക്കെ അടിക്കുന്നുണ്ട്. എന്നും എണീക്കുന്ന ടൈമായി. അങ്ങനെ നേരെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അമ്മ വിളിച്ച് കുറച്ച് അരി തന്ന്, പച്ചരി ഉണ്ടല്ലോ അതാകുമ്പോൾ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഇടാം. അങ്ങനെ നേരെ ഞാൻ ആ കവറിലെ ചപ്പാത്തി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അപ്പത്തിനും ദോശയ്ക്കും ഉള്ള മാവല്ല സോറി അരിയെല്ലാം കഴുകി നല്ലപോലെ നീറ്റാക്കി ക്ലീനാക്കി കഴുകി അങ്ങോട്ട് മാറ്റി വെച്ച്, ഇത് ഉഴുന്നാണ് കേട്ടോ, ഉഴുന്ന് നല്ലപോലെ കഴുകണം, അതിൻ്റെ പശപ്പെല്ലാം പോകുന്നവരെ കഴുകിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച്. അത് കഴിഞ്ഞ് തലേന്നത്തെ കൊഞ്ച് കറി ഉണ്ടായിരുന്നു. കൊഞ്ച് കറി ഉള്ളപ്പോൾ പിന്നെ കവറിലെ ചപ്പാത്തിയും കൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ സെറ്റാണ്. അത് ചുടുന്ന ഒരു പാടേ അങ്ങനെ എൻ്റെ ആണെങ്കിൽ പാനിൻ്റെ എന്തൊക്കെയോ ഇങ്ങനെ ഇളവി ഇരുന്ന് അടുന്ന് അങ്ങനെ ഇതെല്ലാം എനിക്ക് മുറുക്കാൻ അറിയാം ഗൈസ്. ഞാൻ എൻ്റെ പിച്ചാത്തി കൊണ്ട് ഇതെല്ലാം ഞാൻ മുറുക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. വേണ്ട കറി അങ്ങോട്ട് തിളച്ചു. അന്നേരം ഈ കറിയും കൊഞ്ച് കറിയും നല്ല ചൂട് ചപ്പാത്തിയാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. അങ്ങനെ തന്നെ എനിക്ക് കാപ്പിയും കൂടി ഇട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വെച്ച്. മക്കളും ഹസ്ബൻഡും ഒന്നും എണീറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടി വയറ് നിറയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫാനൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് മാക്കം കുറച്ച് കഴിച്ച് അതിനുശേഷം കുറച്ച് തുണി ഉണ്ടായിരുന്നു. ആ തുണിയെല്ലാം കൂടെ മേളിൽ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് അങ്ങനെ ആ ജോലിയും കഴിഞ്ഞ് പിന്നെ ബാക്കിലോട്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അവിടെ തൂക്കാനുണ്ട്. ഇത്തിരി കരിയിലേക്ക് അവിടെ വീണെടുപ്പുണ്ട്. എന്നും ഇപ്പം തൂക്കുന്നുണ്ട്, നല്ല കുട്ടിയായി കേട്ടോ. എന്നും തൂക്കുന്നുണ്ട്, കുറച്ച് കരിയിലേക്കേ ഉള്ളൂ. മറ്റേനെ തൂക്കാത്തപ്പോൾ അവിടെ ഇഷ്ടംപോലെ കരിയിലായിരുന്നു. ഈ ഉടുപ്പിട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര വണ്ണം തോന്നിക്കുന്നു. അങ്ങനെ ഈ കറുത്ത് ഉടുപ്പിട്ടതിന് ശേഷം എൻ്റെ കൈയെല്ലാം കൂട്ടി ഇറുകിയിട്ടും വയ്യ, എനിക്ക് മടക്കാൻ പറ്റുന്നില്ല. ഇത് പോത്തക്കുട്ടിയായി എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്, തീറ്റയുടെ ആയിരിക്കും. അങ്ങനെ താണ്ട ഞങ്ങൾ നേരെ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും കല്യാണത്തിൽ ശുഭ ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും മണ്ഡപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ കിട്ടിയ പന്തിക്ക് അങ്ങോട്ട് ചോറുണ്ണാന്ന് വെച്ചിട്ട് അങ്ങനെ എൻ്റെ ആണെങ്കിൽ ഇവരെ ബോളി ഉണ്ടല്ലോ, ബോളി മോന് കൊടുത്തു. മോനാണെങ്കിൽ 2 ബോളിയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ വന്നിട്ട് ഇതിൻ്റെയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നാരങ്ങ വെള്ളം പിഴിയാന്ന് വെച്ച് വരുന്ന വഴിക്ക് നാരങ്ങയും മേടിച്ച് സോഡയും മേടിച്ച് അങ്ങനെ ദാണ്ട സോഡ പൊട്ടിച്ചപ്പോൾ തറയിൽ പോയതാണ് കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഇത് രണ്ടും കൂടെ കുടിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി ഗായ്സ്. ഓക്കെ ടാറ്റാ.